നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നൊക്കെ വിശേഷം? സുഖാണോ? ഇങ്ങനെ അത്രയും ഗുണമല്ലേ. കുറച്ച് സാരി, കുറച്ച് ചുരിദാർ സെറ്റ്, അത് ക്രിസ്മസ് വെയർ മാത്രം, അതായത് ബഡ്ജറ്റ് റേറ്റിലുള്ള. അത് കാണിക്കുമ്പോൾ അതിനെ പറ്റി പറഞ്ഞാൽ മതിയില്ലേ. ഇതാ നല്ലൊരു സെമി ടസറിൻ്റെ സ്റ്റഫ് വരുന്ന ഒരു ചുരിദാർ സാരി കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് ലവേഴ്സ്, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. വലിയ റേറ്റ് ഒന്നുമില്ല, 660 രൂപയേ ഉള്ളൂ. ഇതുണ്ടോ, ഇതാണ് സാരി. സെമി ടസറാണ്. സെമി ടസറിന് പ്യുവർ സെമി ടസർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. സെമി ടസർ അടിച്ചാണ് ഇതിൽ വരുന്നത്. അല്ല, ഇങ്ങനെ ഇരിക്കും സാരി. ഇതിൻ്റെ മുൻപാടി വന്നിട്ട് ഇങ്ങനെ വരും. ഒത്തിരി അറിയിപ്പോയി മുൻപാടി കാണിച്ചല്ലേ. ഈ ചെസ്റ്റ് പോർഷൻ ഇല്ലേ, അവിടെ ഇങ്ങനെ ഒരു സംഭവം വരും. ഇങ്ങനെ എന്താണ് ഇങ്ങനെ, അത് ഇങ്ങനെ മൊത്തമുണ്ട്. ഈ ഒരു ബോർഡർ പോലെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെയുണ്ട്. താഴെ അത് തന്നെ. അയ്യോ, ഞാൻ കാണിച്ചു തെറ്റിപ്പോയതാ കേട്ടോ. മേൽഭാഗത്ത് ഇങ്ങനെയാണ് ഇങ്ങനെ മുന്താണി വരും. താഴെയാണ് ഈ ഒരു സാധനം വരുന്നത്, ബോർഡർ വരുന്നത്. താഴെ ഇങ്ങനെ ബോർഡർ വരും. നല്ല ഭംഗിയായിരിക്കും. പ്ലെയിൻ സാധനം എടുത്തിട്ട് ഞാൻ ഇവിടുത്തെ വിടിപ്പിക്കാതെ കൈ പിടിച്ചോണ്ടിരിക്കുക. അതാ കേട്ടോ, താഴെ ഇങ്ങനെ ഇത് ഈ ഒരു ബോർഡർ. ഇനി ഇതിന് വ്യത്യാസം വരുന്നതനുസരിച്ച് ഇവിടുത്തെ ഇതിനിപ്പോൾ ഒരു മസ്റ്റാർഡ് യെല്ലോ, ഒരു ഒലീവ് ഗ്രീൻ ആണ് ഇതിനകത്ത് ഇവിടെ വന്നേക്കുന്ന ഷെയ്ഡ്. മുന്താണിക്ക് വന്നേക്കുന്ന ഷെയ്ഡും അത് തന്നെയാണ്. അതിൻ്റെ കളറിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് ബ്ലൗസും കൂടെ നോക്കാം. ബ്ലൗസ് ഇതേ ഇങ്ങനെ പോൾക്കാ ഡോട്ട്സ് വന്നിട്ടുള്ള ബ്ലൗസ്. നല്ലതായിരിക്കും. ഇനി അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാവേ. അതിപ്പം ഒന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഈ കളർ വരും. ഇത് കണ്ടോ, ഈ ഒരു കളർ വരും. മുന്താണി അങ്ങനെ തന്നെ വരും. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. അതിനകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇങ്ങനെ വരും. പിന്നെ മുറിങ്ങൊക്കെ ഉടുക്കാനൊക്കെ നല്ല രസമായിരിക്കും. ബ്ലൗസ് എല്ലാം ഒന്ന് തന്നെ കേട്ടോ. എല്ലാത്തിനും ഒറ്റ ടൈപ്പ് ബ്ലൗസാണ് ഇത് തന്നെ. ആ സാരി എത്ര ഉള്ളൂ? ആ സാരിയുടെ കളേഴ്സ് ബാക്കി തീർന്നു. ഇത് ക്രോഷ്യോ വർക്ക് വരുന്ന, ഞാൻ ഒട്ടും കാണിക്കാറില്ലാത്ത കോട്ടൺ സാരി. പ്യുവർ കോട്ടൺ ലവേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാരിയാണ് ഈ ക്രോഷ്യോ വർക്ക് വരുന്നത്. ഇത് മുന്താണിക്കും ഈ ക്രോഷ്യോ വരുന്നുണ്ട്. പിന്നെ താഴെ ബോർഡറിന്റെ ഭാഗത്തും ക്രോഷ്യോ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് മുന്താണിയാണേ. നെറ്റ് കോട്ട മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. നല്ല രസമുണ്ട് കേട്ടോ മുന്താണി കാണാനായിട്ട്. എന്നിട്ടിങ്ങനെ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിരിക്കുക. സ്കാലപ്പ് മാത്രമല്ല, ക്രോഷ്യോ താഴത്തെ ബോർഡറിൽ ഈ ക്രോഷ്യോ വന്നിട്ട് ഇങ്ങനത്തെ ഈ ഒരു ക്രോഷ്യോ ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ക്രോഷ്യോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭ്രാന്ത് പോലെ, അത്രയ്ക്ക് ഇഷ്ടം കേട്ടോ. എന്നാന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആണ് ക്രോഷ്യോ വർക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇത് ബ്ലാക്ക്. എൻ്റെ ബ്ലൗസ് ഇത് തന്നെ സെപ്പറേറ്റ് ആണ്. ബ്ലാക്ക് തന്നെ, ബ്ലാക്ക് ആണ്. പക്ഷെ അതിൻ്റെ അറ്റത്ത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണേലും ഇടാം. നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതും ഇടാം. ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉള്ളത് കോഫി അല്ലെങ്കിൽ വൈൻ, കോഫി അല്ല വൈൻ കളർ കണ്ടോ. ഇതിനും വ്യത്യാസം ഒന്നും പറയാനില്ല. മറ്റേ സാരിയുടെ പോലെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. സെയിം സാരി, കളർ മാത്രം വ്യത്യാസം. ഇത് ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഡാർക്ക് കേട്ടോ. സ്ക്രീനിൽ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഇച്ചിരി ലൈറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഡാർക്ക് സാരിയാണ്. ഇപ്പം കറക്റ്റ് വന്നത് അല്ലേ. അത്യാവശ്യം അടുത്തടുപ്പിച്ച് വരുന്നുണ്ട്. ചില കളറുകൾ എങ്ങനെ കിട്ടാൻ. ഈ നെറ്റ് കോട്ട എന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കോട്ട സാരി ഇല്ലേ, കോട്ടൺ ആണ്. നെറ്റ് കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതിക്ക് നമ്മുടെ കോട്ട സാരി എന്ന് പറയുന്നത് കോട്ട സാരി ആയത്. അത് നെറ്റ് കോട്ട ആയിട്ട് നെറ്റായിട്ട് വന്നിട്ട് കോട്ട. മെറൂൺ, നല്ല പ്യൂർ മെറൂൺ. ഇനി വേറൊരു സാരി കാണിക്കാവേ. കേട്ടോ, നല്ല കാശ്മീരി സിൽക്കില് സിൽവർ സിക്സാഗ് ബോർഡർ ഡിസൈൻ വരുന്ന നല്ല സാരി. കാശ്മീരി സിൽക്കാണ് മെറ്റീരിയൽ. സിക്സാഗിൻ്റെ സിൽവർ ആണ് അതിൻ്റെ കൂടെ പോയിരിക്കുന്ന ഡിസൈന്. പ്രത്യേകിച്ച് മുന്താണി കാര്യങ്ങൾ, ബ്ലൗസ് അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ തന്നെ, ഫുള്ള് സാരി ഇങ്ങനെ തന്നെ. ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ ഇത്രയൊന്ന് കട്ട് ചെയ്തിട്ട് വല്ല ലൈനിങ്ങിൻ്റെ തുണിയൊക്കെ വാങ്ങിച്ച് വെച്ച് ജോയിൻ ചെയ്താൽ മതി, വണ്ണം കൂടുതലുള്ളവർക്ക്. അല്ലാത്തവർക്ക് ഇത് തന്നെ എടുക്കാം.
അതല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിൽവർ കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറോ ഒക്കെ ബ്ലൗസ് ഇടാം. നല്ല വളരെ ബഡ്ജറ്റ് റേറ്റിൽ ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാം. പിന്നെ വേറെ സാധനങ്ങളൊക്കെ തയ്ക്കാം. ചിലരൊക്കെ ഇത് വാങ്ങിക്കുന്നത്, ഇങ്ങനത്തെ സാരീസ് വാങ്ങിക്കുന്നത്, അതായത് ബോർഡർ മുന്താണിയൊന്നും ഇല്ലാത്ത സാരീസ് വാങ്ങിക്കുന്നത് വേറെ കാര്യങ്ങൾക്ക്. ഐഡിയാസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ, എല്ലാം ഐഡിയാസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അത് മാത്രം നമുക്ക് വില കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടത്തില്ല. തലയിലുള്ള ഐഡിയ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്തായാലും വേണമെങ്കിലും മറ്റുള്ളവരെയൊക്കെ കോപ്പി അടിക്കാൻ പറ്റും. പക്ഷെ ഐഡിയ മാത്രം കോപ്പി അടിക്കാൻ പറ്റില്ല. അത് ഓരോരുത്തർക്കും ജന്മനാ ദൈവം കൊടുത്തിരിക്കുന്ന ബ്ലെസ്സിങ് അല്ലേ? അന്നേ ഞാൻ പറയുന്നു. മസ്റ്റാർഡ് യെല്ലോ അതിൻ്റെ വേറെ കളർ, നല്ല മസ്റ്റാർഡ് യെല്ലോ. ഇതൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് അറിയത്തില്ല, എൻ്റെ ഒരു തോന്നൽ ഞാൻ പറഞ്ഞു കേട്ടോ. നല്ലൊരു എൻ്റെ ഡ്രസ്സ് ഒരു വെറൈറ്റി ലുക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച മാലയൊക്കെ, അയ്യോ കാണിച്ചില്ല, കഴിഞ്ഞ ദിവസം കാണിച്ചതെന്ന് പറയും. കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ, മാല കാണിച്ചിട്ടില്ല. മാലയും വളയുടെ എല്ലാം ഓർണമെന്റ്സിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ, എടുത്തൊക്കെ വെച്ചിരിക്കുക. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് കാണുന്നതിന് മുന്നേ കണ്ടു കഴിയും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കുറേ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടേ അപ്ലോഡ് ചെയ്ത് വിടുന്ന പോലെ ഇരിക്കും. ഒലിവ് ഗ്രീൻ അല്ലല്ലേ? നമ്മുടെ ബനാറസിയില് നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലിക്ക് ക്ലിക്ക് എന്ന് കേൾക്കുന്നുണ്ടോ വീഡിയോയ്ക്കായിട്ട്? ഓ ഓ ഓ കൂടി കൂടി എന്താണെന്നറിയാം, എന്നെ വിളിക്കുന്ന എനിക്ക് തന്നെ സിഗ്നലായി. ഞാൻ പറയും ഒരു അങ്ങനെയൊന്നും പറയുമെന്ന് പറയും, നമ്മളെല്ലാം പറയുന്നതല്ലേ. പക്ഷെ പൊതുസ്ഥലത്ത് പറയുമ്പോൾ നമ്മൾ സഭ്യത പാലിക്കണമല്ലോ. അങ്ങനെ വിളിക്കുന്നവർക്ക് എന്നെ കിടന്ന് വിളിക്കുന്നത്. അപ്പൊ വീഡിയോയ്ക്കകത്ത് എല്ലാവരും കേൾക്കും ഈ സൗണ്ട് എന്തോ അത്. അതുപോട്ടെ, നമ്മുടെ ബനാറസി സാരിയിൽ റെയിൻബോ ഡിസൈൻ എന്ന് പറയുന്നതിന് ഈ ഒരു ബോർഡർ ഇപ്പം നല്ല എന്താ പറയുക ട്രെൻഡി ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഐറ്റമാണ്. 2 കളറുകളുടെ മിക്സിംഗ് ആയിട്ട് വരും. താഴത്തെ ബോർഡറിന് കുറച്ച് വീതി കൂടുതൽ, മുകളിലത്തെ ബോർഡറിന് അതിനെ കഴിഞ്ഞ ഒരു പൊട്ടിക്ക് വീതി കുറവ്. നല്ല സാരിയാണ്. കണ്ടോ? ഇതിപ്പോ വന്നിട്ട് ക്രീമാണ്. ക്രീമേല് ഡാർക്ക് പിങ്കും പിന്നെ വൈൻ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരിത്. മുന്താണി വരുമ്പോൾ ദേ ഇങ്ങനെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിലത്തെ സെറിയുടെ സൈഡിലത്തെ ഏറ്റവും അറ്റത്ത് വരുന്ന ആ കളറിന്റെ വന്നിട്ട് ബ്ലൗസ് ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ നല്ല രസമായിരിക്കും. ബനാറസി ബോർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു ബോഡിക്ക് വന്നിട്ടുണ്ടല്ലോ. നല്ല സോഫ്റ്റ് ഓർഗൻസാണ് ഒരു മെറ്റീരിയൽ, പക്ഷെ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ഒതുങ്ങി കിടക്കുന്നതാണ്. ഓർഗൻസ എന്ന് പറഞ്ഞാലും ബൊമ്മ നിൽക്കുന്നില്ല, സോഫ്റ്റ് ഓർഗൻസാടെ ഒരു സ്റ്റഫാണ് ബോഡിക്ക് വന്നിരിക്കുന്നത്. നല്ല രസമല്ലേ? ഇനി അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട്, ബ്ലാക്ക്, അടിപൊളിയാണ്. ഇത് നല്ല കേട്ടോ. ക്രീമേ വന്നാലും ബ്ലാക്കേ വന്നാലും ഏത് സാധനമാണെങ്കിലും അതിനൊരു ഭംഗി തന്നെയാണ്. മക്കളെ കുട്ടികളെ എന്നൊക്കെ ഞാൻ വിളിക്കുന്നു. അങ്ങനെയൊക്കെയാണോ? ഇതുണ്ടോ? കണ്ടോ? നല്ല രസമല്ലേ? അയ്യോ അതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചായിരുന്നല്ലോ അല്ലേ? എന്റെ മുന്താണി ഇങ്ങോട്ട് മുന്താണി ഇല്ലേ? എന്റെ കൂടെ പോണോ? ബ്ലാക്ക് മെറൂണ് ബേൺഡ് ഓറഞ്ച്, ഇതും കൂടെ 3 കൂടെ. ഇത് താഴത്തെ ബോർഡർ നല്ല നെയിംസറി ബോർഡർ കേട്ടോ, നല്ല അടിപൊളി ബനാറസി ബോർഡറാണ്. വെള്ളത്തെ പാർട്ടി ഇങ്ങനെ വരും, മുന്താണി തേണ്ട ഇങ്ങനെ വരും. മുന്താണിയുടെ അറ്റത്ത് കാണുന്നതാണ് ബ്ലൗസും കൂടെ ഒന്ന് കാണിച്ചേ. താഴോട്ട് ക്യാമറ താഴോട്ട് പോട്ടെ. കൂടെ ചാടാനൊന്നും പറഞ്ഞില്ല, ക്യാമറ താഴോട്ട് പോകാൻ. അടിപൊളിയല്ലേ? നല്ല രസമല്ലേ? ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു. ബ്ലാക്കിന്റെ ഡബിൾസ് ഇതേ കൂടെ പോയിരിക്കുന്ന ഒരു ബൂട്ടായില്ലേ, ഈ ബൂട്ടായിക്ക് വന്നിരിക്കുന്നത് ഒരു കോപ്പർ ഡിസൈനാണ്, കോപ്പർ കളറാണ്. വീവിങ് ആട്ടോ, ഡിസൈൻ എന്ന് പറഞ്ഞ പ്രിന്റ് അല്ല, വീവിങ് ആണ്. ഇത്ര പോയിരിക്കുന്ന ഈ ഒരു ബൂട്ടായി നല്ല ജെറ്റ് ബ്ലാക്ക് കളർ. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയില്ലേ, ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ചുരിദാർ സെറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പും ഷോളും മാത്രമേ ഉള്ളൂ, ബോട്ടം ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഗെറ്റപ്പ് ചെയ്യാം. ഇപ്പം ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട്, ക്രിസ്മസിന് നമ്മൾ ഈ ഗാദറിങ്സ് അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ വെക്കുമ്പോൾ ഡ്രസ് കോഡ് വെക്കുമല്ലോ. അപ്പോൾ അതിന് മാത്രം ഇടാനായിട്ട് ഒത്തിരി കാശ് മുടക്കാൻ ചിലർക്കൊന്നും ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർ വന്നിട്ട് ചോദിക്കും ടോപ്പ് മാത്രം ഉണ്ടോ, ടോപ്പും ഷോളും മാത്രം ഉണ്ടോ, അങ്ങനെ ചോദിക്കും. എല്ലാവരുടെയും കയ്യിൽ തന്നെ ബ്ലാക്കോ റെഡോ ഒക്കെ
അല്ലെങ്കിൽ വൈറ്റ് റെഡ് ഒക്കെ ബോട്ടം കാണും. അപ്പം ബോട്ടം നിങ്ങൾ ഇടുക. ഇതിൻ്റെ കൂടെ എന്താ ടോപ്പായിട്ട് വരുന്ന നല്ല നമുക്ക് ചിക്കൻ കാരിയുടെ വർക്ക് വരുന്ന ബഡ്ജറ്റ് റേറ്റിലാണ്, വലിയ ഓവർ റേറ്റ് ഒന്നുമില്ല. പക്ഷേ ഇതിന് നല്ല വർക്കും കാര്യങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫുൾ ചിക്കൻ കാരി വർക്ക് വിത്ത് ലൈനിങ് അല്ലേ. കട്ടി ഞാനേ രണ്ടാമതും പറഞ്ഞത് തിരിച്ചെടുത്തു. ആദ്യം ഒന്ന് പറഞ്ഞത് തിരിച്ചെടുത്തായിരുന്നു, വേറൊരു തെറ്റ് പറഞ്ഞിട്ട് ഇപ്പം രണ്ടാമതും പറഞ്ഞ് തിരിച്ചെടുത്തു. ഇതിന് ബോട്ടം ഉണ്ട്, നോർത്ത് നോക്കാതെ അവരുടെ കുറേ എണ്ണം ബോട്ടം ഇല്ലാത്തായിരിക്കുന്നത്. ഇതിന് ബോട്ടം ഉണ്ട്, ബോട്ടോ ലൈനിങ്ങും ഉണ്ട് കേട്ടോ. ഇതാണ് ബോട്ടോ ലൈനിങ്ങും കൂടെ വരുന്നത് സംഭവം ഉണ്ടോ, സെയിം കളറ്. എന്നിട്ടില്ല ഫ്രണ്ട് മാത്രമാണ് ഈ ഒരു ചിക്കൻ കാരി വർക്ക് വരുന്ന. ചുരിദാർ സെറ്റ് കാണിക്കാനുള്ള കാര്യത്തിൽ ഞാൻ പിന്നിലാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ ചുരിദാർ സെറ്റ് കാണിക്കലുമില്ല. നല്ല നെറ്റ് കോട്ടയുടെ ഒരു അടിപൊളി ഷോൾ. നിങ്ങൾക്കിത് ക്രിസ്മസിനൊന്നും അല്ല, അല്ലാതെ ഇടാം. ഡ്രസ്സസിനൊക്കെ പലതിനും ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പെയർ ചെയ്തിടാം കണ്ടോ. നല്ല നീളവും വീതിയും പൊക്കവും വണ്ണവും ഒക്കെ ഉള്ളത് വേണമെങ്കിൽ ഇത് വെച്ചൊരു ടോപ്പ് തയ്ക്കുകയും ചെയ്യാം. ഐഡിയാസ് ഈസ് ഗുഡ്, ബട്ട് എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നത് അവൻ്റെ കയ്യിൽ റിസ്ക് പോലിരിക്കും. ഇതാണ് എൻ്റെ പൊന്നെ, ഇത് പിടിച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തുണി വരെ എനിക്ക് കടി തരും. ഇത്ര മോശമായിട്ടൊരു പ്രസൻറ്റേഷൻ നടത്തുന്നത് പിടിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ കുറേ ആൾ നിന്ന് പിടിച്ച് തരുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും തിരക്കാം, അതുകൊണ്ട് ആരും പിടിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ, ഇതാണ് പ്രിൻ്റ് ഇട്ടല്. താഴെ ഇങ്ങനെ ഇതൊക്കെയുണ്ട്. നെറ്റ് കോട്ടയുടെ ഷോളാണ്. നെറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ പുമ്മന്ന് നിൽക്കുന്നതല്ല, സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന നെറ്റ് കോട്ടയാണ്. ഇതിൻ്റെ ഇനി വേറെ അടുത്ത ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. അടുത്തത് കൊണ്ടോ, ഇത് ടോപ്പും ഇത് തെറ്റിച്ചിട്ടില്ല കേട്ടോ. ഇത് ടോപ്പും ഷോളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരും ഷോള്. നെറ്റ് കോട്ടയുടെ ഫാബ്രിക്കാണ്, നല്ല ഒരു ഓഫ് വൈറ്റ്. ഇത് ടോപ്പ്, ബോട്ടം ഇല്ല. നെറ്റ് കോട്ടയുടെ നല്ലൊരു ഫാബ്രിക്കാണ്. ഈ ഒരു വർക്ക് അറിയാമല്ലോ, ഫുൾക്കാരി വർക്ക് ചെയ്ത ഇത്. ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാ. കണ്ടോ, നിങ്ങൾക്ക് നമുക്കേ ഈ പറഞ്ഞ പോലെ ഇതിപ്പം നിങ്ങൾക്ക് ചുരിദാറായിട്ട് തയ്ക്കണം, ചുരിദാറായിട്ട് തയ്ക്കാം, അല്ല വേറെ എന്തെങ്കിലും തയ്ക്കണമെങ്കിൽ അതും തയ്ക്കാം കേട്ടോ. 2.5 മീറ്റർ ഇങ്ങനത്തെ ഫാബ്രിക് അതിന് വിത്ത് ഷോളും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. റേറ്റ് അതൊന്നും എൻ്റെ വിശ്വാസം എനിക്ക് അറിയത്തില്ല, കാണാറ്. പിന്നെ ഈ ഹക്കോബയുടെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇത് കണ്ടോ. ഹക്കോബയ്ക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇത് ഈ ഒരു ഷോളുമായിട്ട് നല്ല സ്റ്റൈലായിരിക്കും ഉണ്ടോ. ഹക്കോബയുടെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ ഈ ഷോളുമായിട്ട്. ഇനി വേറൊരു മുമ്പേ കാണിച്ചതിൻ്റെ ഇത് ഹക്കോബയാണ്. ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേത് റൗണ്ട് ആയിരുന്നു, ഇതൊരു ചെറിയ വ്യത്യാസത്തിൽ കണ്ടോ. ഇങ്ങനെ ഹക്കോബ തന്നെ ഷോൾ ഇത് ഇങ്ങനെ വന്നിട്ട്. ഇത് വേണമെങ്കിൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇടാം, അല്ലാതെ വേണമെങ്കിൽ ഇടാം. ഇപ്പം ഇതിനൊരു ബോട്ടം കൂടെ എല്ലാവരുടെയും കൈ വൈറ്റ് ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസിൻ്റെ അല്ലാത്തതാക്കി മാറ്റാം. റെഡ് ഇടുമ്പോഴല്ലേ ക്രിസ്മസ് കളർ വയലിലേക്ക് വരുന്നത്. വേറെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്ലെയിൻ ഷോൾസ് എന്തോ പ്ലെയിൻ അല്ല പ്രിന്റഡ് ഷോൾസ് ഇഷ്ടം പോലെ കാണത്തില്ല. അതൊക്കെ ഇട്ടിട്ട് മാറ്റി ഇടാം. ഇതിലൂടെ സോപ്പ് ഇട്ടിട്ട് അങ്ങനെ വേറെ പല രീതിക്ക് ഗെറ്റപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ബോട്ടം വെക്കാത്തത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം അത് ഞാൻ പറയുന്നില്ല, ഓർണമെന്റ്സിന്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കാണുമായിരിക്കും. താങ്ക് യു.